ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ ദൈവജനമേ, ഏവർക്കും വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതമേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഏറ്റവും ധന്യവും അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. 2024 വർഷത്തിലെ ഒരു പുതിയ മാസം, അതേ പ്രിയമുള്ളവരെ, ജൂൺ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ജൂൺ മാസത്തിലെ ആദ്യ ഞായറാഴ്ചയുടെ തിരുവചന ധ്യാനത്തിലേക്ക് ഇവരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങിവരുടെ ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. അൽഫായും ഒമേഗയും ആദിയും അന്തവും ആദ്യനും ഒടുക്കത്തനുമായിരിക്കുന്ന സർവ്വവല്ലഭനായ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, രാജാതി രാജാവേ, മഹത്വവനായ ദൈവമേ, അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നാഥ ദൈവം ഞങ്ങൾ നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കയ്പ് നിറഞ്ഞ വേദനകൾ നിറഞ്ഞ ലോകജീവിത യാത്രയിൽ ദൈവികമായ സാമീപ്യം, ദൈവികമായ നടത്തുതൽ, ദൈവിക അനുഗ്രഹങ്ങൾ ധാരാളം അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ഉന്നതനായ പിതാവേ, അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നുണ്ടല്ലോ, കരുതുന്നുണ്ടല്ലോ, നടത്തുന്നുണ്ടല്ലോ. കർത്താവേ, ദൈവമല്ലാതെ ഒരു നന്മ ഞങ്ങൾക്കില്ല, ദൈവമല്ലാതെ ഒരു ശക്തി ഞങ്ങൾക്കില്ല, ദൈവമല്ലാതെ ഒരു കൃപ ഞങ്ങൾക്കില്ല. പിതാവേ, അങ്ങ് ഞങ്ങളുടെ സർവസ്വമാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ജീവനുള്ള ദേശത്ത് അങ്ങ് ഞങ്ങളുടെ നല്ല പങ്കാകുന്നു. അതിനായി സ്തോത്രം പിതാവേ. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ അഹക്കണ്ണുകളെ തുറക്കണമേ അപ്പ. ഞങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവേ, ആമേൻ, വ്യത്യസ്ത മേഖലകളെ ഞങ്ങൾ തിരിച്ചറിയുവാനുള്ള ഉയരത്തിലെ ജ്ഞാനം, ബുദ്ധി ദൈവം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കട്ടെ. യേശു രക്ഷിതാവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിൽ തിരുവചന ധ്യാനത്തിന്റെ ഒടുവിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു. അതിപ്രകാരമാണ്: ആദാമിലൂടെയും ഹവ്വയിലൂടെയും ഒക്കെ നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യം വീണ്ടും തിരികെ പുനഃസ്ഥാപനം ചെയ്യുവാൻ ദൈവം 2 പടികൾ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് ഏതാണ് എന്ന ചോദ്യമാണ്. അതിൽ ധാരാളം പേർ ഉത്തരം നൽകിയിരുന്നു. നിങ്ങൾ നൽകിയ ഉത്തരം ശരിയാണ്. ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് ഗോഡ്സ് കമാൻഡ്മെൻറ്റ്സ് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവികമായ കൽപ്പനകൾ എന്നതാണ്. പ്രത്യേകിച്ചും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ എല്ലാവരോടുമുള്ള ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ഒടുവിലും ഒരു ചോദ്യമുണ്ടാകും. ശ്രദ്ധയോടെ ഇന്നത്തെ വചനം കേൾക്കുക, ധ്യാനിക്കുക. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന ചിന്താവിഷയം ഉയരത്തിലെ ജ്ഞാനവും മനുഷ്യൻ്റെ ബുദ്ധിയും എന്നതിനെക്കുറിച്ചാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 21 മുതൽ 24 വരെ വരുന്ന വചനങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്ന് നാം തിരുവചനം ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. പ്രിയമുള്ളവരെ, നാം ഏവരും അറിയുന്നത് പോലെ ഏവർക്കും നൽകപ്പെട്ടിരിക്കുന്ന ഈ ഭൂമിയിൽ ഒരേ ഒരു ജീവിതമാണ്, വൺ ലൈഫ്. എങ്ങനെയെങ്കിലും ചിലവഴിക്കപ്പെടേണ്ടതല്ല ഈ ഒരു ജീവിതം. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ജീവിതം എങ്ങനെയെങ്കിലും ചിലവഴിക്കേണ്ടുന്നതല്ല. നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി ചിലവഴിക്കപ്പെടണം എന്നതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ജീവിതം അർത്ഥപൂർണമായി മാറണം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു സംഭവത്തെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു താൻ ചെല്ലേണ്ടുന്ന ഗ്രാമങ്ങൾക്ക് താൻ ചെല്ലേണ്ടതിന് മുൻപായിട്ട് 70 വേറെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അയക്കുകയാണ്. ഈ രണ്ട് പേരായിട്ട് അയക്കുകയാണ്. ഇവർ പല ഗ്രാമങ്ങളും പട്ടണങ്ങളൊക്കെ സന്ദർശിച്ച് മടങ്ങി വരികയാണ്. ഇവർ കർത്താവിൻ്റെ അടുക്കൽ വന്ന് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് കൊടുക്കുകയാണ്. തങ്ങൾ ചെയ്തതും തങ്ങൾ കണ്ടതും തങ്ങൾ കേട്ടതും തങ്ങൾ പ്രവർത്തിച്ചതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത റിപ്പോർട്ട് കർത്താവിന് കൊടുക്കുകയാണ്. അതിൽ ഒരു കാര്യം ശ്രദ്ധേയമാണ്. ഇവർ പറയുകയാണ്, ഗുരു, ഞങ്ങൾക്ക് ഭൂതങ്ങൾ വരെ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞ് വളരെ എക്സൈറ്റഡ് ആയിട്ട് സന്തോഷത്തോടുകൂടെ ദൈവത്തോട്, കർത്താവേ, ഭൂതങ്ങൾ വരെ ഞങ്ങൾക്ക് കീഴടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രയും സന്തോഷിപ്പിനെന്ന് പറയുന്ന ഒരു പ്രശസ്ത ഭാഗമാണ്. അപ്പം ഈ സംഭവത്തെ ബേസ് ചെയ്താണ് ക്രിസ്തുനാഥൻ ചില ആഴമേറിയ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമായ ചിന്തകളെ വളരെ വ്യക്തമായി വിശദമായി
10-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോന്നോരോന്നായി ധ്യാനിക്കാം. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഞാനിത് ഇത് നമ്മൾ ധ്യാനിക്കുവാൻ പോകുമ്പോൾ തന്നെ ഇതിൻ്റെ ഏറ്റവും കാതലായ വൈറ്റലായുള്ള ചിന്ത എന്ന് പറഞ്ഞ ചിന്താ വിഷയത്തിൽ ഞാൻ പറഞ്ഞു, ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി ചിലവഴിക്കണമെങ്കിൽ വി നീഡ് വിസ്ഡം ഫ്രം എബോവ്. നമുക്ക് വേണ്ടത് ഉയരത്തിലെ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ഇന്ന് ഏറെ പേരും നമ്മുടെ ബുദ്ധിയിലാണ് നാം ജീവിക്കുന്നത്. പക്ഷേ മനുഷ്യന് വേണ്ടത് ഉയരത്തിലെ ജ്ഞാനമാണ്, ഉയരത്തിലെ ബുദ്ധിയാണ്. അതായത് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനവും ദൈവത്തിൽ നിന്നുള്ള ബുദ്ധിയുമാണ് ഈ ലോകത്ത് നിങ്ങളുടെ ജീവിതം അർത്ഥപൂർണമായി ചെലവഴിക്കുവാൻ ആവശ്യം വേണ്ടിയത്. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം, വേലക്കാരെ ചുരുക്കമാകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, നാം മറുപടി നൽകേണ്ടുന്ന ഒരു വിളി നമുക്ക് ഉണ്ട്. ദർ ഈസ് എ കോൾ ദാറ്റ് നീഡ്സ് ടു ബി ആൻസർ. നാം മറുപടി നൽകേണ്ടുന്ന ഒരു വിളി നമുക്ക് ഉണ്ട് എന്നതാണ്. ഈ വാക്യത്തെ നാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഈ വചനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഇത് ഒരു അർജൻസിയെ വെളിപ്പെടുത്തുന്ന ഒരു വചനം, ഒരു അർജന്റ് കോളാണ്. വളരെ അത്യാവശ്യമായ ഒരു വിളിയായിട്ടാണ് നമുക്ക് ഇതിനെ കാണുവാൻ കഴിയുന്നത്. കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം, വേലക്കാരോ ചുരുക്കമാകയാൽ തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് യജമാനനോട് പിതാവിനോട് അപേക്ഷിപ്പിൻ എന്നതാണ്. ഇവിടെ 2 ചിന്തകളാണ് കാണാൻ കഴിയുന്നത്. ഒന്ന്, നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഒരു മറുപടി ദൈവം പ്രതീക്ഷിക്കുകയാണ്. വേലക്കാരോ ചുരുക്കം എന്ന് പറയുകയാണ്. പ്രിയമുള്ളവർ, ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ ലോക ജീവിത യാത്ര ഉയരത്തിലെ ജ്ഞാനം നമുക്ക് വേണം. അതായത് കർത്താവ് പറഞ്ഞു, വേലക്കാർ ചുരുക്കമായിരിക്കും. ഇതിനോടുള്ള മറുപടി എന്താണ്? നാം എങ്ങനെയാണ് ഇതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്? നമ്മൾ എത്രയോ നാളുകൾ കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവിക നന്മകൾ അനുഭവിക്കുന്നവരാണ്. പക്ഷേ ഈ കാര്യത്തോട് നമ്മുടെ റെസ്പോൺസ്, പ്രതികരണം എന്താ? വേലക്കാരോ ചുരുക്കം. നാം വാസ്തവത്തിൽ അതിനെ, ആ ഒരു കർത്താവ് പറഞ്ഞ അർജന്റ് കോളിനെ നാം എപ്പോഴെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? ആൻസർ കൊടുത്തിട്ടുണ്ടോ? ബുദ്ധിയോടെ ചിന്തിക്കുക. ദൈവിക ജ്ഞാനം ആവശ്യം. മാനുഷിക ബുദ്ധിയാണെങ്കിൽ നാം ഇതൊക്കെ വായിച്ച് വിട്ടുകളയും, കേട്ട് വിട്ടുകളയും. പക്ഷെ നിങ്ങൾക്ക് ഉയരത്തിലെ ജ്ഞാനം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്രമം വരുത്തി അതിന് മറുപടി പറയുവാനായിട്ട് കഴിയും എന്നതാണ്. അതിലെ 2-ാമത്തെ ചിന്ത എന്നത്, നമ്മിൽ ദൈവം ഒരു ഉത്തരവാദിത്വം നൽകുകയാണ്. അതിനുള്ള നമ്മുടെ മറുപടി എന്താണ്? കർത്താവ് ആ വചനത്തിൽ പറയുന്നു, കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് കൊയ്ത്തിന്റെ യജമാനനോട് അപേക്ഷിപ്പിൻ. ഇതിൽ നമ്മുടെ മറുപടി എന്താണ്? നാം എപ്പോഴെങ്കിലും ഈ വാക്യത്തൊക്കെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നാം അതിനെ കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കുവാൻ, ഗ്രഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് നമ്മുടെ റെസ്പോൺസ്? കൊയ്ത്തിന് വേലക്കാരെ അയക്കണമെന്ന് യജമാനോട് അപേക്ഷിപ്പിൻ. നാം എത്രത്തോളം അതിൽ വിശ്വസ്തയോടെ ജ്ഞാനത്തോടെ നാം പ്രവൃത്തി ചെയ്തു വരുന്നു? ഈ ലോകത്ത് നമുക്ക് ചെയ്യുവാൻ ഇഷ്ടം പോലെ പ്രവൃത്തികളുടെ പ്രവർത്തന മണ്ഡലങ്ങളുണ്ട്. പക്ഷേ ദൈവം പറയുന്ന ഈ അർജന്റ് കോളിനോടുള്ള നമ്മുടെ മറുപടി എന്താണ്? നാം അതിനെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ്. അത് വളരെ വൈറ്റലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഒന്നാമതായി പറഞ്ഞു വന്നത്, നാം മറുപടി നൽകേണ്ടുന്ന ഒരു വിളി നമുക്കുണ്ട്. അതിന് മറുപടി നൽകാതെ കടന്നു പോകരുത്. മറുപടി നൽകാതെ നിങ്ങൾ മരണപ്പെടരുത്. ജീവിതത്തിൽ എത്രയോ നാളുകൊണ്ട് നിങ്ങൾ ബൈബിൾ ചുമക്കുന്നു, ബൈബിൾ വായിക്കുന്നു, ബൈബിളിനെ കുറിച്ച് കേൾക്കുന്നു, സത്യവചനം കേൾക്കുന്നു. എത്രയോ കോളുകൾ ഇതുപോലെ ബൈബിൾ നമുക്ക് നൽകുന്നുണ്ട്. അതത് കാലഘട്ടത്തും അതത് സമയത്തും സാഹചര്യത്തിനും അതത് കോണ്ടസ്റ്റിനനുസരിച്ച് ദൈവം തൻ്റെ വചനത്തെ നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ വിളിക്കുകയാണ് ഓരോ കാര്യങ്ങൾക്കായി. പ്രിയരെ, എത്രയോ തവണ വിളിച്ചുകൊണ്ടിരിക്കുന്നു. മറുപടി പറഞ്ഞിട്ടുണ്ടോ? മറുപടി പറയാത്ത ഒരു ജീവിതമല്ലേ നമുക്കുള്ളത്. ദൈവവചനത്തോട് പ്രതികരിക്കുന്നില്ല. ഒരു അർജൻസിയെ കുറിച്ച് പറയുമ്പോൾ കണ്ടിട്ടും കാണാത്തവരെ പോലെ പോവുകയാണ്. ചില സമയങ്ങളിൽ സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ ചില ഭിക്ഷക്കാരൊക്കെ നമുക്ക് ഭിക്ഷയാചിക്കും. ചിലരെയൊക്കെ നാം കണ്ടതായിട്ട് ഭാവിക്കും. പക്ഷേ പലപ്പോഴും പലരെയൊക്കെ കാണാം, ഇതൊന്നും കണ്ടതായിട്ടേ ഭാവിക്കുകയില്ല, ചുറ്റുപാടുകളെ നോക്കുകയില്ല. അങ്ങനെ പോകുന്ന ഒരുപാട് പേരെ കാണുവാനും ഞാൻ പറഞ്ഞു വരുന്നത്, അതുപോലെ ഒരു സെക്യുലർ വേയിൽ നാം എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതുപോലെയാണ് നാം പലപ്പോഴും ദൈവത്തോടുള്ള ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം എന്നുള്ളത്. ഒന്നാമത്തേത്, നമുക്കൊരു വിളിയുണ്ട്.
അതിന് നാം മറുപടി നൽകേണ്ടതായിട്ട് ഉണ്ട്. അതിന് നാം ആ വിളി മനസ്സിലാക്കണമെങ്കിൽ ഉയരത്തിലെ ജ്ഞാനം, ദൈവികമായ അറിവ്, പരിജ്ഞാനം നമുക്ക് ആവശ്യമാണ്. രണ്ടാമത്തെ ചിന്ത എന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 13 മുതൽ 16 വരെ വായിക്കുമ്പോൾ അതിൽ 13-ാമത്തെ വാക്യത്തിൽ നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവർ പണ്ട് തന്നെ മാനസാന്തരപ്പെടുമായിരുന്നു. 15-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തോളം നീ ഉയർന്നിരിക്കുമോ നീ പാതാളത്തോളം താണുപോകും എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ എൻ്റെ ചിന്ത എന്ന് പറയുന്നത് there is a consequences that needs to be considered എന്നുള്ളതാണ്. നാം പരിഗണിക്കേണ്ടുന്ന ചില പരിണിത ഫലങ്ങൾ നമുക്കുണ്ട്. നാം പരിഗണിക്കേണ്ടുന്ന ചില പരിണിത ഫലങ്ങൾ, ചില കോൺസിക്വൻസസ് ഉണ്ട്. അതിന് നാം കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. നാം കൺസിഡർ ചെയ്യേണ്ടുന്ന ചില കോൺസിക്വൻസസ് ഞാൻ വിശദമാക്കാം. ഈ വാക്യങ്ങളുടെ അർത്ഥം എന്നത് നിങ്ങളിൽ വീര്യപ്രവൃത്തികൾ ഉണ്ടായിട്ടും അത് കണ്ടിട്ടും നിങ്ങൾക്ക് മാനസാന്തരം വരുന്നില്ല എന്നതാണ്. വിവേചിക്കുവാനുള്ള ജ്ഞാനമില്ല, ബുദ്ധി ഇല്ല എന്നുള്ളതാണ്. വിശദമാക്കാം. നാം പലപ്പോഴും പറയാറുണ്ട് എല്ലാം ദൈവത്തിൻ്റെ ദാനം, എല്ലാം ദൈവത്തിൻ്റെ കൃപ, എല്ലാം ദൈവിക നന്മ. പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ടും എല്ലാം ചെയ്തിട്ടും നിങ്ങളിൽ മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടോ? മാനസാന്തരത്തിൻ്റെ പ്രവൃത്തികൾ ഉണ്ടോ? പരിണിത ഫലങ്ങൾ, നമുക്ക് പരിണിത ഫലങ്ങളുണ്ട്. ചില ഫലങ്ങൾ നമുക്ക് ലഭ്യമായി, പക്ഷെ അതിനെ നാം എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അല്ലെ, സോരിലും സീദോനിലും നടന്ന പ്രവൃത്തികൾ, സോരിലും സീദോനിലും നടന്ന പ്രവൃത്തികൾ, അവിടെ പറഞ്ഞിരിക്കുന്ന പ്രവൃത്തികൾ, നിങ്ങൾ നടന്ന വീര്യപ്രവൃത്തി സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ടേ മാനസാന്തരപ്പെടുമായിരുന്നു. അതിനർത്ഥം ആ മാനസാന്തരത്തിൻ്റെ അനുഭവം ഇല്ല എന്നതിനെ യേശു കർത്താവ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു ചിത്രമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് എത്രത്തോളം നമുക്ക് അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഈ വചനത്തെ, വിവേചിക്കുവാനുള്ള ജ്ഞാനം, ബുദ്ധി. എന്നിൽ ദൈവം ഒരു വീര്യപ്രവൃത്തി ചെയ്യുന്നുണ്ട്, നന്മ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കുന്നത്? എൻ്റെ ജീവിതത്തിന് എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? മാനസാന്തരത്തിൻ്റെ യോഗ്യമായ എന്ത് ഫലമാണ് ഞാൻ നൽകേണ്ടുന്നത്? ഇത് ചിന്തിക്കാനാണ് നമുക്ക് ഉയരത്തിലെ ജ്ഞാനം ആവശ്യം. ഉയരത്തിലെ പരിജ്ഞാനം നമുക്ക് ആവശ്യം. വിസ്ഡം ഫ്രം എബോവ് അത് നമുക്ക് വേണമെങ്കിൽ നാം ഇങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക്, ആ ഒരു കാഴ്ചപ്പാട് ചിന്തിച്ചാൽ മാത്രമേ, ആ ഒരു നന്മ കിട്ടിയാൽ മാത്രമേ ഈ തരത്തിൽ നമുക്ക് ചിന്തിക്കുവാനായി കഴിയുള്ളൂ. ഇതിൽ രണ്ടാമത്തേത്, ദൈവവാക്ക് അനുസരിക്കാതെ നിനക്ക് ഈ ഭൂമിയിൽ എത്രത്തോളം ഉയർന്നിരിക്കുവാനാകും എന്നുള്ളതാണ്. അതാണ് ഇവിടെ 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തോളം നീ ഉയർന്നിരിക്കുമോ നീ പാതാളത്തോളം താണുപോകും. അതിനർത്ഥം ദൈവത്തിൻ്റെ വാക്കനുസരിക്കാതെ ഈ ഭൂമി എത്രത്തോളം മാനുഷിക ബുദ്ധിയിൽ സ്ഥാനങ്ങൾ നിനക്ക് ഉയർന്നിരിപ്പാൻ കഴിയും. അല്ലേ, നമ്മുടെ ലൈഫൊക്കെ ഒന്ന് നോക്കിയേ, പലപ്പോഴും നമ്മുടെ ബോധമണ്ഡലത്തിൽ നാം പലപ്പോഴും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പരിണിത ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള ബുദ്ധിയും അത് പരിഗണിക്കുവാനുള്ള ജ്ഞാനവും അനിവാര്യം എന്നതാണ് ബൈബിൾ നമ്മോട് ആവശ്യപ്പെടുന്നത്. വാട്ട് എവർ ഇറ്റ് മേ ബി, എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു അതിനെക്കുറിച്ച് വിവേചിക്കുവാനുള്ള കൃപ നമുക്കുണ്ടാകണം, ബുദ്ധി നമുക്കുണ്ടാകണം. അത് നോട്ട് ഫ്രം ഹ്യൂമൻ, അത് ഡിവൈനായി വരണം. എങ്കിൽ മാത്രമേ അതിനൊരു ചേഞ്ച്, ആ ചേഞ്ചിനൊരു ഔട്ട്കം ഉണ്ടാകത്തുള്ളൂ, അതിനൊരു ഫലം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ലൈഫിനെ നാം സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓരോ ഇവൻറ്റുകൾ കണ്ട്, ഓരോ പരിണിത ഫലങ്ങൾ, കോൺസിക്വൻസസ് കണ്ട് ഇതെങ്ങനെ കൺസിഡർ ചെയ്യണം? ഇത് ദൈവിക ജ്ഞാനം ഉപയോഗിച്ച് നാം അത് കൺസിഡർ ചെയ്യണം, അത് പരിഗണിക്കണം ജീവിതത്തിൽ. അവിടെയാണ് ജീവിതത്തിൻ്റെ വിജയം എന്നത് നാം മറന്നു പോകരുത്. മൂന്നാമത്തെ ചിന്ത എന്നത് ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 20 വരെ വായിക്കുമ്പോൾ there is a joy that needs to be tempered എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങൾ ആത്മസംയമനം പാലിക്കണമെന്ന വളരെ കരുത്തുറ്റ ചിന്ത യേശു കർത്താവ് ഇവിടെ പറയുകയാണ്. ഈ വേദഭാഗം പറഞ്ഞിരിക്കുന്നത് ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പിൻ. ഇത് നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ശിഷ്യന്മാർ 70 പേരും വന്ന് പറയണം ഭൂതങ്ങളൊക്കെ ഞങ്ങൾ കീഴടങ്ങുന്നു. അപ്പോഴാണ് യേശു കർത്താവ് പറയുന്നത് നിങ്ങൾ ഒരുപാട് എക്സൈറ്റഡ് ആകണ്ട,
നിങ്ങൾ എക്സൈറ്റഡ് ആകുന്നെങ്കിൽ നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ, അതാണ് നശിച്ചു പോകാൻ നിത്യമായത്. അനിത്യമായതിലേക്ക്, നിത്യമല്ലാത്തതിലേക്ക് നിങ്ങൾ സന്തോഷം കൈവരിക്കരുത്, സന്തോഷം കണ്ടെത്തരുത്. നിങ്ങളുടെ സന്തോഷം വേണ്ടത് അതിലാണ്. നിങ്ങൾ മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. അതിന് നിങ്ങൾക്കൊരു ജ്ഞാനം വേണം. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ സാധാരണ സന്തോഷിക്കുന്ന ലോകപരമായ നേട്ടങ്ങൾ കിട്ടുമ്പോൾ, ഒരു റാങ്കിങ്, പൊസിഷൻസ്, ജോബ്, വെൽത്ത്, അതുപോലെ ഇൻഫ്ലുവൻസ്, സ്വാധീനതകൾ, ഇതൊക്കെ നമുക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആകാറുണ്ട്, സന്തോഷിക്കാറുണ്ട്. പക്ഷെ കർത്താവ് അത് ബാൻ ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് അങ്ങനെ വെഗ്യുമെൻ്റായിട്ട് നീ സന്തോഷിക്കുന്നുള്ള, നിങ്ങളുടെ യഥാർത്ഥ സന്തോഷം എവിടെയായിരിക്കണം എന്നതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ പരീക്ഷയ്ക്ക് ജയിച്ചു സന്തോഷിക്കരുതെന്നുള്ളതല്ല, പക്ഷെ അത് നിങ്ങളുടെ അൾട്ടിമേറ്റ് ഒരു ജോയ് ആയി, ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ട് മാറരുത്. അതൊരു പെർമനന്റ് ഹാപ്പിനെസ് ആയിട്ട് മാറരുത്. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാം നിങ്ങൾ നേടി എന്ന ഒരു അനുഭവത്തിലുള്ള നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ആക്കി തീർക്കരുത്. അത് നിങ്ങളെ അഹങ്കാരത്തിലേക്ക് വഴി നടത്തും. അത് വേറൊരു പ്രൈഡിലേക്ക് നിങ്ങളെ വഴി നടത്തും എന്നുള്ളതാണ്. അതിന് വിപരീതമായി ബൈബിൾ നമ്മോട് പറയുന്നത്, നിങ്ങൾ നിത്യമായതിൽ സന്തോഷം കണ്ടെത്തുക, നിത്യമല്ലാത്തതിൽ എക്സൈറ്റഡ് അല്ലെങ്കിൽ പെർമനന്റ് എക്സൈറ്റ്മെന്റ് അങ്ങ് ആകരുത്. നിങ്ങൾ സന്തോഷിക്കേണ്ടത് നിത്യമായതിൽ, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എങ്കിൽ അതിൽ സന്തോഷിക്കുക, അത് പെർമനന്റ് ആണ്. അപ്പൊ ഇത് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ഉയരത്തിലെ ജ്ഞാനം ആവശ്യം. വിസ്ഡം ഫ്രം എബോവ്, ഉയരത്തിലെ പരിജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ദൈവം യഥാർത്ഥമായി നമ്മിൽ ആഗ്രഹിക്കുന്നത് നമ്മിൽ സാധ്യമായാൽ അതിൽ ആനന്ദിക്കണം എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാവും വിശ്വസിക്കുന്നു. അതായത് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മിൽ സാധ്യമായാൽ അതിൽ നാം ഏറെ ആനന്ദിക്കണം, സന്തോഷിക്കണം. ഇപ്പൊ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ ജീവിതത്തിൽ നടന്നാൽ സന്തോഷിക്കുന്നതിലല്ല, ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നാൽ അതിലൊരുപാട് സന്തോഷിക്കുക. അവിടെ ഈ പ്രപഞ്ചവും ദൈവം എല്ലാം നിങ്ങൾക്ക് സപ്പോർട്ട് തരികയാണ്. ആമേൻ. ദൈവം നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ്. കാരണം ദൈവം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നടന്നത്, അതിൽ സന്തോഷിക്കുക, ഹാപ്പി ആയിരിക്കുക. അതിൻ്റെ ഔട്ട്കം എന്തോ ആകട്ടെ, ബട്ട് ദൈവം ആഗ്രഹിച്ചത് എൻ്റെ ജീവിതത്തിൽ നടന്നു. ദൈവം എന്ത് എന്നിൽ നിന്ന് ആഗ്രഹിച്ചു, ഞാൻ എങ്ങനെ, ഏത് തരത്തിൽ, ഏത് അനുഭവത്തിൽ അത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. സോ ഐ ആം നൗ ഹാപ്പി. ബൈബിൾ പറയുന്നു, നിങ്ങൾ അതിൽ കൂടുതൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ടാർഗറ്റിൽ, നാം ലെവലിൽ എത്തിച്ചേരണം എന്നതാണ് അർത്ഥമാക്കുന്നത്. ദൈവം നമ്മെക്കുറിച്ച് ഒരു ടാർഗറ്റ് വെച്ചിട്ട്, ഒരു ലെവൽ വെച്ചിട്ടുണ്ട്, അതിൽ നാം റീച്ച് ചെയ്യണം എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. നാലാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്, നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടില്ല, കേട്ടില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് there is a grace that needs to be remembered എന്നുള്ളതാണ്. ദൈവത്തിന്റെ കൃപയെ നാം എല്ലായ്പ്പോഴും ഓർക്കണം എന്നതാണ് നാലാമത്തെ ചിന്ത എന്ന് പറയുന്നത്. അതിന് നമുക്ക് വിസ്ഡം ഫ്രം എബോവ് ആവശ്യം. ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് എപ്പോഴും ഓർക്കണമെങ്കിൽ ഉയരത്തിലെ ജ്ഞാനം, പരിജ്ഞാനം നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒരുപാട് പരാതികളും ആവലാതികളും നമുക്ക് ദൈവത്തോട് പറയുവാനുണ്ടാകും. പക്ഷെ ഒന്നോർക്കുക, ദൈവം ഇന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന, നിങ്ങൾ അനുഭവിക്കുന്ന പല നന്മകളും സന്തോഷങ്ങളും നിങ്ങൾക്ക് ചുറ്റുമുള്ള പലർക്കും ഇല്ല എന്ന് മനസ്സിലാക്കുമുള്ള ജ്ഞാനം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് നമ്മൾ ആവലാതികൾ ഇങ്ങനെ പറയും, പക്ഷെ ഇന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന കുറെ നന്മകളുണ്ടല്ലോ, അത് കാണുവാനുള്ള കഴിവ് നിങ്ങൾക്ക് നഷ്ടമായിരിക്കുകയാണ്. ദൈവം നിങ്ങൾ നടത്തുന്ന വിധങ്ങൾ, വഴികൾ, അത് നിങ്ങൾക്ക് പലപ്പോഴും നഷ്ടമായിരിക്കുകയാണ്. അത് കണ്ടെത്തണമെങ്കിൽ ഉയരത്തിലെ ജ്ഞാനം ആവശ്യം. അങ്ങനെ വരുമ്പോൾ നാം ആവലാതി പറയുന്ന നിർത്തും, പരാതികൾ പറയുന്ന നിർത്തും. റാദർ അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? താങ്ക് യു ലോർഡ് ഫോർ യുവർ ഗ്രേസ്. അങ്ങയുടെ ഗ്രേസിനായിട്ട്, അല്ലെ, ദൈവത്തിൻ്റെ കൃപയെ നാം ഓർക്കും. എന്നെ നടത്തുന്ന വിധങ്ങൾ, നടത്തിയ വിധങ്ങൾ, ഇനി നടത്തുവാൻ പോകുന്ന വിധങ്ങൾ, ദൈവത്തിൻ്റെ കൃപ എന്നോട് കൂടെ ഉണ്ട് എന്ന ഒരു ധൈര്യം, ബലം, വിശ്വാസം, പ്രത്യാശ നമ്മൾ രൂപപ്പെടും. അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷത്തിന് ഇടയായി തീരുമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലെ ദൈവകൃപ ഒന്ന് മാത്രമാണ് ഇത് സാധ്യമാക്കുന്നത് എന്ന് തിരിച്ചറിയുവാനുള്ള ജ്ഞാനം, വിവേകം നമുക്കുണ്ടാകണം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തുമാകട്ടെ, നിങ്ങളിപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേൽക്കുന്നതിന് ദൈവത്തിൻ്റെ കൃപയാണ്.
കുളിക്കുവാൻ പോകുന്നു, യാത്ര ചെയ്തു, ഇതൊക്കെ ദൈവത്തിൻ്റെ കൃപയാണ്. ഇത് തിരിച്ചറിയുവാനുള്ള ആ ഉയരത്തിലെ ജ്ഞാനം നമുക്കുണ്ടാകണം. ആവലാതികളെ മാറ്റുക, പരാതികളെ മാറ്റുക. റേദർ അതിന് പകരമായിട്ട് ദൈവത്തിൻ്റെ കൃപയെ ഓർക്കുക. ദൈവം ചെയ്ത നന്മകൾ, ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ, ദൈവം തന്നിരിക്കുന്ന കൃപ, കഴിവ്, ശക്തി, ഇതിനെ നാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം, തിരിച്ചറിയണം എന്നുള്ളതാണ്. അഞ്ചാമത്തെ ചിന്ത എന്ന് പറയുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എൻ്റെ പിതാവ് സകലവും എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു, പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല, പിതാവ് ഇന്നവനെന്ന് പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും അറിയുന്നതുമില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അഞ്ചാമത്തെ ചിന്ത എന്ന് പറയുന്നത് there is a privilege that needs to be contemplated എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ അവസരങ്ങളെ നിങ്ങളുടെ കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും ദർശിക്കണം എന്നുള്ളതാണ്. ലൈഫിൽ ദൈവം ചില പ്ലെൻറ്റി ഓഫ് ചാൻസസ്, പ്രിവിലേജസ് നമുക്ക് തരാറുണ്ട്. ഇതൊക്കെ കണ്ടെത്തുന്നത് വളരെ വിരളമാണ് പ്രിയമുള്ളവരെ, വളരെ വളരെ വിരളമാണ്. പ്രിവിലേജസ് മനസ്സിലാക്കുന്നവർ, പ്രിവിലേജസ് കണ്ടെത്തുന്നവർ, അതിന് നമുക്ക് വേണ്ടത് വിസ്ഡം ഫ്രം എബോവ്, ഉയരത്തിലെ ജ്ഞാനം നമുക്ക് അനിവാര്യമാണ്. ഇവിടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി നൽകിയിരിക്കുന്ന അവസരങ്ങളെ നോക്കിക്കാണുവാൻ, ദർശിക്കുവാനുള്ള ജ്ഞാനം നമ്മിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. പ്രിയമുള്ള, ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. ദൈവം നമുക്ക് ഒരുപാട് അവസരങ്ങൾ തരാറുണ്ട്. ഈ പ്രിവിലേജസ് മറക്കുകയാണ്. കാരണം ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോയിന്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഞാൻ മെൻഷൻ ചെയ്തു, പലപ്പോഴും നമ്മുടെ ആവലാതികളും വിഷമതകളും നമുക്ക് ഒരുപാട് നാം പറയുന്നത്. നാളെയും മറ്റന്നാളേക്കുമുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും കൂടുതൽ നാം വറീഡാകുന്നത്. ഇന്ന് തന്നിരിക്കുന്ന പ്രിവിലേജിനെ നാം മറന്നു പോകുന്നു. അത് തിരിച്ചറിയുവാനുള്ള ജ്ഞാനം നമ്മളില്ലാതെ പോകുന്നു. ദൈവം ഇന്ന് എവിടെയാണ് ആക്കിയിരിക്കുന്നത്? എവിടെയാണ് ഞാൻ? ആരുടെ സാന്നിധ്യത്തിലാണ് വസിക്കുന്നത്? ദൈവം ഇന്ന് എൻ്റെ ലൈഫിൽ എന്താണ് തന്നിരിക്കുന്നത്? ഇന്നലകളിൽ ഇല്ലാതിരുന്നത്, ഒരു കാലഘട്ടത്തിൽ ഇല്ലാതിരുന്നത്, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത്, അല്ലേ? ബൈബിൾ വായിച്ചപ്പോൾ, ധ്യാനിച്ചപ്പോഴൊക്കെ എൻ്റെ ഹൃദയത്തിൽ രൂപപ്പെട്ട ചില ചിന്തകൾ, ഇന്ന് അങ്ങനെയുള്ള നന്മകളൊക്കെ തന്നിരിക്കുമ്പോൾ ഒരു വലിയ പ്രിവിലേജ് ദൈവം തന്നിരിക്കുകയാണ്. ആ പ്രിവിലേജിൽ, ആ അവസരത്തിൽ നാം ഒരുപാട് സന്തോഷം കണ്ടെത്തുക. ദൈവം താങ്ക്സ് ലോർഡ്, അതിൽ തൃപ്തിയോടുകൂടെ ആയിരിക്കുക. അതിൽ ദൈവമുണ്ട്, അതിൽ ദൈവ സാന്നിധ്യമുണ്ട്. പ്രിയമുള്ളവരെ, അത് തിരിച്ചറിയുവാനായിട്ട് ഉള്ള കണ്ണുണ്ടാകണം. അത് ദർശിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. മനസ്സുകൊണ്ട് ദർശിക്കുകയും കണ്ണുകൊണ്ട് കാണുകയും ചെയ്യണം. ഇന്ന് ദൈവം ആക്കിയിരിക്കുന്ന അവസ്ഥകൾ ഒരു ഭാഗത്ത് പെയിൻ ഉണ്ടാകാം. നമുക്ക് പലപ്പോഴും, മനുഷ്യൻ ബലഹീനനാണ്. നമ്മുടെ ജീവിതത്തിൽ ദുഃഖം വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തെ പൂർണ്ണമായി നഷ്ടപ്പെടുന്ന തരത്തിൽ നമ്മൾ അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ പാടുള്ളതല്ല. അതിനെ ആ ലെവലിൽ അങ്ങ് വിടുക, ദൈവത്തിന് കൊടുക്കുക. കാരണം ഹീസ് ദ ക്രിയേറ്റർ ഓഫ് ദ വേൾഡ്. ദൈവം അറിയാതെ ഒന്നും ഭവിക്കുന്നില്ലല്ലോ തൻ്റെ മക്കൾക്ക്, സൃഷ്ടിക്ക്. അങ്ങനെയെങ്കിൽ ദൈവം എല്ലാത്തിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയുക. കഷ്ടമോ ദുഃഖമോ സങ്കടമോ വ്യാധിയോ സന്തോഷമോ ആനന്ദമോ എന്തോ ആകട്ടെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ദൈവത്തിൻ്റെ കൃപയിൽ നാം എങ്ങനെ സന്തോഷിക്കുന്നു, നാം കണ്ടെത്തും. അതുപോലെ തന്നെ ദൈവം തന്നിരിക്കുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ഏറെ നോക്കിക്കാണണം എന്നുള്ളതാണ്. ഉയരത്തിലെ ജ്ഞാനം നമുക്ക് അനിവാര്യമായ ഒന്നാണ്. വിസ്ഡം ഫ്രം എബോവ്, വിസ്ഡം ഫ്രം എബോവ്. ഒരിക്കലും മറക്കരുത്. ഉയരത്തിലെ ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളെ നോക്കിക്കാണുവാൻ, ഇന്നിൻ്റെ കാര്യങ്ങളെ പഠിക്കുവാൻ, ഗ്രഹിക്കുവാൻ പ്രിയമുള്ളവരെ ഉയരത്തിലെ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. നാളെക്കുറിച്ചുള്ള മുന്നോട്ടുള്ള ജീവിതയാത്രയിലൊക്കെ ഈ ഉയരത്തിലെ ജ്ഞാനം നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ അവിടുത്തെ ജ്ഞാനം എന്നിൽ സ്ഥാപിക്കണമേ, എന്നിൽ പകരണമേ. ദൈവിക ജ്ഞാനം എന്നിൽ ഉണ്ടാകണം, ദൈവിക ബുദ്ധി ഉണ്ടാകണം. എന്നിലെ മാനുഷിക ബുദ്ധിയെ പ്ലക്ക് ചെയ്ത് മാറ്റി, അതിങ്ങനെ അടർത്തി മാറ്റി, ആ സ്ഥാനത്ത് ദൈവിക ജ്ഞാനത്തെയും ദൈവിക ബുദ്ധിയെയും അങ്ങ് സ്ഥാപിക്കണമേ. കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ, വിശാലമായി ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ചുറ്റുപാടുകളെ മനസ്സിലാക്കുവാൻ, ദൈവികതയെ മനസ്സിലാക്കുവാൻ ഉയരത്തിലെ ജ്ഞാനം ആവശ്യം. പലപ്പോഴും ഈ ചുറ്റുപാടുകൾ മാറി മറിയുമ്പോൾ, നമ്മുടെ ജീവിത സാഹചര്യം മാറി മറിയുമ്പോൾ പലപ്പോഴും നാം കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. നമുക്ക് പലപ്പോഴും ഒരു കറക്റ്റ് ഡിസിഷനിൽ എത്തുവാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കത്തില്ല.
പക്ഷെ അവിടെയൊക്കെ ആ വചനം പഠിപ്പിക്കുന്ന ഉയരത്തിലെ ജ്ഞാനം ആവശ്യം. എന്തുകൊണ്ട് എന്തിനു വേണ്ടിയാണ്? അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ദൈവികമായ ജ്ഞാനം, ദൈവികമായ ബുദ്ധി നമുക്ക് അനിവാര്യമാണ്. പ്രിയമുള്ളവരെ, മറക്കരുത്, ഇന്നത്തെ തിരുവചന ധ്യാനത്തിലൂടെ നാം കേട്ടത് മറുപടി നൽകേണ്ടുന്ന ഒരു വിളി നമുക്കുണ്ടെന്ന് മനസ്സിലാക്കുക. 2, പരിഗണിക്കേണ്ടുന്ന പരിണിത ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് മനസ്സിലാക്കുക. 3, നമ്മുടെ സന്തോഷത്തിൽ ആത്മസംയമനം നാം പാലിക്കണം. 4, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയെ ഓർക്കുക. 5, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന അവസരങ്ങളെ നാം ദർശിക്കുക. ഇക്കാര്യങ്ങൾ ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ചിന്തകളാണ്. 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, ഈ വചനത്തിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുക. ദൈവം തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കായി ദൈവത്തിന് സ്തുതി സ്തോത്രം അർപ്പിക്കുക. കർത്താവ് വാക്ക് മാറാത്തവൻ, കരുണയുള്ളവൻ, നമ്മെ സ്നേഹിക്കുന്നവൻ. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, ദൈവകൃപയിൽ ബലപ്പെടാം. ഇന്നത്തെ ചോദ്യം ഇതാണ്: നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളെ, ദൈവികതയെ മനസ്സിലാക്കുവാൻ ഉയരത്തിൽ നിന്ന് നമുക്ക് വേണ്ടത് എന്താണ്? ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളെ, ജീവിതത്തിൽ ദൈവികതയെ ഒക്കെ മനസ്സിലാക്കുവാൻ ഉയരത്തിൽ നിന്നും നമുക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത്? നിങ്ങളുടെ ആൻസർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വചനം നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയി മാറിയാൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമീൻ. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അനാദിയായും ശാശ്വതമായ നിത്യദൈവമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കൃപയോടെ പരിപാലിച്ച് വഴി നടത്തുന്ന സർവ്വലഭനായ സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവെ, ഏറ്റവും ധന്യവും അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിനായ സ്തോത്രം. ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ, പുതിയ മാസത്തിൻ്റെ ആദ്യ ഞായറാഴ്ച ഞങ്ങൾക്കായി ഒരുക്കി നൽകിയ നല്ല തിരുവചന സന്ദേശത്തിനായി സ്തോത്രം ചെയ്തു. പിതാവേ, ഈ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവെ വഴിവിളക്കുകളായി മാറട്ടെ. നാഥ, ഉയരത്തിലെ ജ്ഞാനം ഞങ്ങൾക്ക് എത്രയോ അനിവാര്യമായിരിക്കുന്നു കർത്താവ്. പലപ്പോഴും മാനുഷ്യ ബുദ്ധിയിൽ ഞങ്ങൾ ചിന്തിച്ച് തളർന്നു പോകുന്നതല്ലാതെ, തകർന്നു പോകുന്നതല്ലാതെ, നിരാശപ്പെടുന്നതല്ലാതെ ദൈവമേ, പലപ്പോഴും ഞങ്ങളിൽ നന്മയൊന്നും കാണുവാൻ കഴിയുന്നില്ല പിതാവേ. ദൈവമേ, ദൈവികമായ പരിജ്ഞാനം, ദൈവിക ബുദ്ധി ഞങ്ങളിൽ പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാവற்றைയും ശരിയായി നോക്കിക്കാണുവാൻ, ദർശിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. ആ വചനത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു പിതാവ്. അവിടുന്ന് ബലപ്പെടുത്തണമേ. ഈ പുതിയ മാസത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് വഴി നടത്തണമേ. ഈ പുതിയ മാസത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ സ്വർഗീയ പിതാവിന്റെ കൃപ, തേജസ്, ആമേൻ, ദൈവിക ബലം, ദൈവിക കാഴ്ചപ്പാട്, ദൈവിക സംരക്ഷണം ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നതോർത്ത് സ്തോത്രം. പ്രതിസന്ധികളുടെ നടുവിൽ ഞങ്ങൾക്ക് വഴികളെ തുറന്നു തരുന്ന ദൈവം, ആമേൻ, ഇന്ന് ജീവിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ആ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ ഓരോരുത്തരെയും ദൈവം ഒരുക്കുക. ഓരോ കുടുംബങ്ങളെ സഹായിക്കണമേ. അസാധ്യമായതിനെ സാധ്യമാക്കുവാൻ ദൈവത്തിന് കഴിയുമല്ലോ. എല്ലാ കുടുംബങ്ങളും പകരപ്പെട്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്ത പിതാവ്, അവിടുത്തെ കൃപയാൽ അങ്ങ് വഴി നടത്തണം, ശക്തീകരിക്കണം. സകല നന്മകൾക്കായി സ്തോത്രം. കേൾപ്പിച്ച വചനങ്ങൾക്കായി നന്ദി ചെയ്തു പറയുന്നു. ഈ യൂട്യൂബ് ചാനലിന് പിന്നെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്കായി, അവരുടെ കുടുംബാംഗങ്ങൾക്കായി സ്തോത്രം. അവരെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണം, ദൈവകൃപയിൽ പൊതിഞ്ഞുകൊള്ളണമേ. യേശു രക്ഷിതാവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണം, തിരുരാജ്യം വരണം, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നുവല്ലോ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൽ കൃപയും അനുഗ്രഹവും സമാധാനവും സന്തോഷം ദൈവകൃപയും നാം ഇവരോടും സദാകാലം സർവ്വ കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. പ്രിയരെ, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിൽ നമുക്ക് ബലപ്പെടാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു ആൾ.